ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോൾ അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ലേ? ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഓരോ മിനിറ്റിലും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതികൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നോക്കിയപ്പോൾ വളരെ മോശം കാര്യങ്ങളൊക്കെയാണ് ഇതേക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? നിർത്താറായില്ലേ ഇത്? ജോഷേ, ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആർ വി ബാബു പറഞ്ഞതുപോലെ ഇത് ഒരു ഹിറ്റ് ആൻഡ് റൺ പോലെയാണിത്. ഇതിൻ്റെ പുറകിലുള്ള ശക്തമായൊരു ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ടാണിത്. ഒരു കാര്യം അങ്ങോട്ട് കൊളുത്തി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, മാപ്പ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ കൊളുത്തി വിട്ട സാധനം ഇങ്ങനെ കിടന്ന് തുടർചലനങ്ങളിൽ കൂടെ കത്തുകയാണ്. ഇവർക്ക് വേണ്ടതും ഇത് തന്നെയാണ്. ഇത് അവസാനം വളരെ വലിയ ഒരു ഹേറ്റ്രഡ് സ്പ്രെഡിലേക്ക് പോയി കഴിയുമ്പോൾ ഇതെങ്ങനെ തുടങ്ങി എന്നുള്ളത് ആൾക്കാർ മറക്കും. പിന്നെ അവസാനം ഇപ്പോൾ മഞ്ജുഷ പറഞ്ഞവർ എത്ര മോശമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇത് വളരെ മോശമല്ലേ, ഇങ്ങനെ സംഭവിക്കാമോ? നോക്കൂ, അതിൻ്റെ ആ നറേറ്റീവ് ബിൽഡിങ്ങിൽ പോകുന്നത് ഏത് വഴിക്കാണ് എന്നുള്ളത്, ഇതെങ്ങനെ തുടങ്ങി എന്നുള്ളത്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ നമ്മൾ പറയുന്നു. ഒരു കാര്യം പറയട്ടെ, അതായത് ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ മാംസാഹാരം വെച്ച് കൊടുക്കുന്നത്, ഇതിൻ്റെ അകത്ത് എന്താ ഇത്ര പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അങ്ങനെ പറയാനാണെങ്കിൽ. പക്ഷേ അതല്ല, ഇത് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആ വിശ്വാസത്തിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതല്ലേ എന്ന ഒരു ചിന്ത ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് എന്തുകൊണ്ട് തോന്നിയില്ല എന്നുള്ളതാണത്. അതിന് സാധ്യതയില്ലേ? അങ്ങനെ നമ്മുടെ സൊസൈറ്റി വളരെ വളരെ റിലീജിയസ്ലി സെൻസിറ്റീവാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും. അതായത് ഇനി ഇതിൻ്റെ ആശയപരമായ ആഴങ്ങളിലേക്ക് പോയി ഇവിടെ മാംസാഹാരം നിഷിദ്ധമാണോ, ഇവിടെ മാംസം നിവേദിക്കുന്ന ക്ഷേത്രങ്ങളില്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, ഇങ്ങനെയുള്ള താത്വിക അവലോകനങ്ങളിലേക്കൊക്കെ ഒന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതുപോലെ വടക്കൻ കേരളത്തിൽ മാംസാഹാരം കഴിക്കാറുണ്ട് വിഷുവിന്. പക്ഷേ മാംസാഹാരം നിവേദിക്കാറുണ്ടോ? വിഷുവിന് മാംസാഹാരം കഴിക്കാറുണ്ട്, ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ വടക്ക് താമസിക്കുന്ന, ഞാൻ കോഴിക്കോട്ട് താമസിക്കുന്ന ആളാണ്. അവിടെ വിഷു സദ്യ വിളക്കിന് മുമ്പ് നിവേദിക്കുമ്പോൾ കോഴിയിറച്ചി കൊണ്ട് വിളമ്പാറുണ്ടോ? നിങ്ങൾക്കറിയാവോ അത്? ഇല്ലല്ലോ. വെറുതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകളിലൊന്നും ഉണ്ട്, മാംസം കഴിക്കുന്നവരുണ്ട്. മാംസം ആ വീട്ടിലെ ഒരു വിശേഷ ദിവസത്തിൽ വിശേഷമായിട്ടൊരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നു എന്നുള്ളതിനപ്പുറമൊന്നും ഇല്ലാതെ വിഷുവിന് മാംസം കഴിച്ചേ പറ്റൂ എന്നൊന്നും അല്ലാതെ. അത് സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിലെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവം എല്ലാവർക്കും ഇഷ്ടമുള്ളത്, അല്ലാതെ മറ്റല്ലാതെ. ഞാനതല്ലേ ചോദിക്കുന്നത്, ഇതെന്തുകൊണ്ട് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ മനസ്സിൽ വന്നില്ല? എന്തുകൊണ്ട് അവർ ചിന്തിക്കാത്തതല്ല, അവർക്കിതറിയാത്തതല്ല. ഇതൊരു വലിയ ചർച്ചയാകും എന്നുള്ളതറിയാം. ഈ ചർച്ചയുടെ അനന്തരഫലമായി എന്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അവർക്കറിയാം. ഇപ്പം ഞാനും കണ്ടു, ഇതിൻ്റെ അത് ധാരാളം കണ്ടു, പന്നിയെ വെച്ചുകൊണ്ടുള്ളതും ഇങ്ങനെയുള്ള ഒരുപാട് അതെ, ഇത് സംഭവിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണിത്. എന്നിട്ട് എന്താ പറയുന്നത്, വളരെ സിമ്പിളായിട്ട് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, സോറി കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ പണി അവൻ ചെയ്തു കഴിഞ്ഞു. ഡാമേജ് ഈസ് ഓൾറെഡി ബീൻ ഡൺ. ഇതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്, ഇതാണ് ബാഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. രാഹുൽ, താങ്കൾ സംശയിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കം ഇതിന് പിന്നിൽ? നേരെ തിരിച്ചാലോചിച്ച് നോക്കൂ മഞ്ജുഷ്, കേരള സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിജയമല്ലേ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്? അവർ തെറ്റായ ഒരു പോസ്റ്റർ കൊണ്ടുവന്നു. 100%, ഒരുപക്ഷെ 99% സാധാരണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതിനെ തള്ളിപ്പറഞ്ഞു. ഹിന്ദു സെന്റിമെന്റ്സിനോടൊപ്പം നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന 90-99% മുസ്ലിം പ്രൊഫൈലുകളിൽ നോക്കിയാൽ അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവനെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ബോധപൂർവം ചെയ്തതായിരിക്കില്ല. അപ്പോ കേരളത്തിന്റെ ബോധപൂർവം അല്ലെങ്കിൽ ഇവന്റെ ബോധം എവിടെയാണ് രാഹുൽ കിടക്കുന്നത്? എന്ത് ബോധമാണിത്? എന്ത് ബോധപൂർവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നു? എങ്ങനെ നിങ്ങൾക്ക് ഇത് പറയാൻ തോന്നുന്നത് ബോധപൂർവമല്ല എന്ന്? ഇവിടെ ഒരു സാഹിത്യ സൃഷ്ടിയിലെ ഒരു വാക്ക് ഒരു കഥാപാത്രത്തിന്റെ ഉപയോഗിച്ചപ്പം ഒരു അധ്യാപകനെ റോഡിലിട്ട് വെട്ടിനുറുക്കിയ നാടാണിത്. നിങ്ങൾ ബോധമില്ലാഞ്ഞിട്ടാന്ന് പറയുന്നത്, ബോധപൂർവമല്ല എന്ന് പറയുന്നത്.
മറുപടി പറയട്ടെ ഇനി അങ്ങ് മറുപടി കേൾക്കൂ. ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ ആ ഹിന്ദു മുസ്ലിം സ്പർദ്ധ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ അല്ല, വിഷയത്തിൽ നിങ്ങളെ മഞ്ജുഷ് പോലുള്ള നിഷ്പക്ഷം വിഷജന്മങ്ങളാണത്. പറയട്ടെ സാറേ. എനിക്ക് ആ ക്രിയേറ്റേഴ്സിനോട് അവരോടുള്ളതിനേക്കാൾ ഇതുപോലുള്ള നീചത്വമാണ്. അവർക്ക് അവരുടെ അജണ്ട ഉണ്ടാകും, അവരുടേതായ കാര്യങ്ങളുണ്ടാകും. പക്ഷെ ഇതുപോലുള്ള വൃത്തികെട്ട കീടങ്ങളാണ് ഈ നാട്ടിൽ സാമൂഹ്യ ദ്രോഹിയാണ്. മഞ്ജുഷ് അങ്ങനെയാണെങ്കിൽ ചർച്ച മുമ്പോട്ട് പോകണം. രാഹുൽ പറയട്ടെ, അദ്ദേഹത്തിന് വാദം പറയട്ടെ. മഞ്ജുഷ് ബോധപൂർവ്വമല്ല. മഞ്ജുഷ് ഓർക്കട്ടെ. അല്ല മഞ്ജുഷ് ഞാൻ നോക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.